Good afternoon, all of you. ഇന്ന് നമ്മുടെ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് നോക്കാൻ പോകുന്നത്. എക്സാമിന് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഷോർട്ട് എസ്സേ ആയിട്ടും ലോങ് എസ്സേ ആയിട്ടും എല്ലാം ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. എബ്രഹാം മാസ്ലോ മനുഷ്യന്റെ നീഡ്സിനെ പലതായി ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നു. അതായത് ഓരോ നീഡ്സിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് മനുഷ്യന്റെ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആവശ്യങ്ങളല്ലേ? മനുഷ്യന്റെ നീഡ്സിനെ പലതായി ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നു. എബ്രഹാം മാസ്ലോസിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ തിയറിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. നമുക്ക് ഓരോ നീഡ്സുകളും എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അതിനിടയിൽ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് നീഡ്സ് എന്നുള്ളത് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഓരോ നീഡും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്? ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഈ ഇമേജിൽ നിങ്ങൾ ഇതിന് കൊടുത്തിരിക്കുന്ന ഫോട്ടോയിലേക്ക് ഒന്ന് നോക്കിക്കേ. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? വാട്ടറിന്റെ കൊടുത്തിട്ടുണ്ട്, ദെൻ ഫുഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഈ രണ്ട് ഐറ്റം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെ? അതുപോലെ നമുക്ക് ഇങ്ങനെയും പറയാം, അതായത് ഈ ഐറ്റംസ് അല്ലെങ്കിൽ ഈ നീഡ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഫുഡ്, വാട്ടർ, അതേപോലെ തന്നെ എയർ എന്നിവയെല്ലാം എന്താണ്? ഒരു ബേസിക് നീഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഫിസിയോളജിക്കൽ നീഡ്സിൽ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ് അനുസരിച്ചിട്ട് ഫിസിയോളജിക്കൽ നീഡാണ് ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള നീഡ് എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതിന് രണ്ടാമത്തത് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഭാവി ഒന്ന് സെക്യൂർ ആക്കുക അഥവാ സുരക്ഷിതമാക്കുക ഒക്കെ പറയും അല്ലെ? അപ്പം സേഫ്റ്റി നീഡ്സിന്റെ കൊടുത്തിരിക്കുന്ന ഇമേജ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത്? ഒരു വീടിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഒരു ലോക്കിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. വീട് എന്ന് പറഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? ഒരു സേഫ്റ്റി ആണ് അഥവാ സെക്യൂർഡ് ആണെന്നുള്ളൊരു ഫീലിങ്സ് ആണ്. അപ്പം ഒരു മനുഷ്യന് ഇപ്പൊ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാനുള്ള വകയുണ്ട്, അയാൾ കുറച്ച് നോക്കിയാണ്. അപ്പൊ അയാൾക്ക് തോന്നുകയാണ് എനിക്കൊരു വീടൊക്കെ എടുത്തൊന്ന് സേഫ്റ്റി ആണ്, അതായത് സെക്യൂർ ആവണം എന്നുള്ളത് തോന്നുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? അയാൾ വീടൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടി നോക്കും. അപ്പം ഒരു മനുഷ്യൻ വീടൊക്കെ എടുത്ത് എന്താ പറയാ, തന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി ഇപ്പം അയാളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ഫുൾഫില്ല് ചെയ്ത് വരികയാണ്. അപ്പൊ എന്താണ്? ആ മനുഷ്യന്റെ രണ്ടാമത്തെ നീഡും സാറ്റിസ്ഫൈ ചെയ്തു, അതായത് ബേസിക് നീഡ് സാറ്റിസ്ഫൈ ചെയ്തു. അയാൾക്ക് ഫുഡും വാട്ടറും കിട്ടുന്നുണ്ട്. ദെൻ അയാൾ ഒരു വീടൊക്കെ വെച്ച് അയാളുടെ സേഫ്റ്റി നീഡ്സും കംപ്ലീറ്റ് ചെയ്തു. ദെൻ മൂന്നാമത്തെ നീഡാണ് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യനെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ചുറ്റിലും ആളുകൾ ഉണ്ടാവുക. ലൈക്ക് അതൊരു ഫാമിലി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കാം. നമ്മളുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് നമ്മളുടെ ഹാപ്പി മൊമെന്റുകളൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനും എല്ലാം എന്താണ്? ആളുകൾ വേണം നമ്മുടെ ചുറ്റിലും അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു ഹാർട്ടിന്റെ സിമ്പിളും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഫാമിലിയുടെ സിമ്പിളും കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ലവ് എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സിനെ നമ്മൾ സോഷ്യൽ നീഡ്സ് എന്നും അറിയപ്പെടാറുണ്ട്. അത് ചില നോട്ട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ മൂന്നാമത്തെ നീഡായിട്ട് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ സോഷ്യൽ നീഡ്സ് എന്നുള്ളതായിരിക്കും. അത് കറക്റ്റ് ആണ്. ഇനി അതല്ല, ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും കറക്റ്റ് ആണ്. പല നോട്ടിലും പലത് ഞാൻ കണ്ടു. ഇനി അത് വെച്ചൊരു കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ഓക്കെ, ദെൻ നാലാമത്തതാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. എസ്റ്റീം നീഡ്സിന്റെ നേരെ കൊടുത്തിരിക്കുന്ന ഇമേജ് നോക്കിക്കേ. എന്താണ്? ട്രോഫി ആണല്ലേ? ട്രോഫി എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ സക്സസിനെയാണ്. നമുക്കത് രണ്ട് പോയിന്റ് ഓഫ് വ്യൂലും നോക്കിക്കാണാം. ഒന്നൊരു ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂലും, ഒന്ന് ആസ് എ ഒരു ചൈൽഡ് അഥവാ സ്റ്റുഡന്റ് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂലും നോക്കിക്കാണാം. ഒരു ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഹയർ അതോറിറ്റി ആണെന്നൊക്കെ വിചാരിക്കാം. ലൈക്ക് ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്തു? കമ്പനി ഒരു ടാസ്ക് ഏൽപ്പിച്ചു. ഈ ടാസ്ക് ഏൽപ്പിച്ച സമയത്ത് നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി അഥവാ എന്താ പറയാ, തന്റെ തലപ്പത്തുള്ളവരിൽ നിന്നും നമുക്ക് എന്താ പറയാ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ നല്ല വാക്കുകൾ കൊണ്ട് നമ്മളെ അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽഫായിട്ടൊരു കോൺഫിഡൻസ് തോന്നുമല്ലേ? യെസ്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയല്ലോ, എനിക്ക് അടുത്ത ടാസ്കും ചെയ്യാൻ പറ്റുന്നുള്ളൊക്കെ ഒരു
എന്താ പറയാ കോൺഫിഡൻസ് തോന്നും സ്വന്തമായിട്ട്. ദെൻ ഒരു സ്റ്റുഡന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിലോ, നമ്മളിപ്പോ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ എക്സാം കംപ്ലീറ്റ് ചെയ്ത് അഥവാ പാസ്സായി. അപ്പൊ എന്താണ് ആ സ്റ്റുഡന്റിന് ഒരു എന്താ പറയാ സ്വയം ഒരു ഇന്റേണൽ മോട്ടിവേഷൻ അഥവാ ഒരു കോൺഫിഡൻസ് തോന്നും. യെസ്, ഞാൻ ഈ എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഈ എക്സാം എന്താണ് ക്രാക്ക് ചെയ്യാൻ പറ്റി, അഥവാ ഞാൻ ഇതിൽ പാസ്സായി. അപ്പൊ ആ കുട്ടിക്ക് എന്താണ് സ്വയമായിട്ടൊരു കോൺഫിഡൻസ് തോന്നും. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു അഭിമാനകരമായ നിമിഷം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയാണ് നമ്മൾ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തു, ദെൻ സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തു, ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തു, എസ്റ്റീം നീഡ്സും സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ലാസ്റ്റ് ആണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് പറയുന്നത് ഒരു മനുഷ്യൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കാണാറില്ല എന്നാണ്. അതായത് നമ്മൾ തുടക്കമേ പറഞ്ഞു, അതായത് ഹ്യൂമൻ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺലിമിറ്റഡ് ആണ്, അതിനൊരു അവസാനമൊന്നുമില്ല. നമുക്ക് ഓരോ നീഡും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത നീഡ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഏതെങ്കിലും മനുഷ്യനെ പറ്റിയിട്ട് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം കേട്ടോ, എന്നാലും നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ തന്റെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കഴിഞ്ഞു, എനിക്ക് എന്റെ ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാനില്ല അല്ലെങ്കിൽ ഒന്നും ഫുൾഫിൽ ചെയ്യാനില്ല എന്ന് പറയാനെത്തിയിട്ടുള്ള ഒരു മൊമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിക്കവാറും കേസുകളിലും അങ്ങനെ കേൾക്കാൻ വഴിയില്ല. എന്താണ്, മനുഷ്യന് ഓരോ നീഡും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് അടുത്തത് വേണം അല്ലെങ്കിൽ അതിന്റെ അടുത്തത് വേണം, അങ്ങനെ എന്താണ് നമ്മളുടെ ആവശ്യങ്ങൾ ഡെയിലി വന്നുകൊണ്ടേയിരിക്കും അഥവാ കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ് പറയുന്നത്. അപ്പം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാല് എന്റെ ലൈഫിൽ ഞാൻ എല്ലാം അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ എല്ലാം നേടി, ഇനി ഒന്നും നേടാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അബ്രഹാം